പ്രൈസ് ലോർഡ്. കേൾക്കാം കേൾക്കാം. ഇന്ന് സന്ധ്യാസമയം ഒരുമിച്ച് ഇതിനം സംസാരിക്കുവാൻ കിട്ടിയ സമയത്തെയും സാഹചര്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അല്പ പേരുമായി ക്രൈസ്തവ ഫെലോഷിപ്പിന്റെ മീറ്റിംഗിൽ കൂടുവാൻ കിട്ടിയ സമയത്തെയും സാഹചര്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വചനം സംസാരിക്കുമ്പോൾ ആമുഖമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ജീവനായി മാറണം. ഹല്ലേലൂയ. നമ്മൾ വെറുതെ വചനം കേട്ട് പോവുകയല്ല. പിന്നെയോ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. കാരണം കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആടുകളോട് സംസാരിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പം എല്ലാവരും സംസാരിക്കുന്നത് പോലെ അല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അത് വളരെ വ്യത്യസ്തമായിട്ടാണ്. കാരണം നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ തിരിച്ചറിയാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലർക്കും നമുക്ക് സംസാരിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാര്യയും ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്, മാതാവിനോട് സംസാരിക്കുന്നുണ്ട്, പിതാവിനോട് സംസാരിക്കും. പക്ഷെ എപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കുന്നു, എൻ്റെ പിതാവ് എന്നോട് സംസാരിക്കുന്നു നമുക്ക് മനസ്സിലാകുന്നത് ആ റിലേഷനാണ്. അപ്പം ആ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഞാൻ ക്രിസ്തുവാണെന്നും പറഞ്ഞ് അനേകരെടുത്ത് വരും. പക്ഷെ അവിടെ ഒന്നും ആ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നില്ല എങ്കിൽ അത് ക്രിസ്തു അല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ വഞ്ചിക്കപ്പെട്ടു പോകും. അപ്പം ദൈവാത്മാവിൽ സംസാരിക്കുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ അതൊരു ജീവനായി മാറേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറയുന്നത് ആത്മാവിൽ ഭക്ഷിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് വേറെ ഒന്നിനും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഉന്നമനത്തിന്, നമ്മുടെ ഭൗതിക ജീവിതത്തിന് മാത്രമല്ല, ആത്മീക ജീവിതത്തിന് ഉന്നമനത്തിന് വചനം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വചനം ഉറപ്പായിട്ടും അതിൻ്റെ വെളിച്ചം വീശുമെന്നുള്ളത് വളരെ ആ, ആ, ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്കുണ്ടാകുമ്പോൾ എന്താണ്, നമ്മൾ ഈ ലോകത്തെ പറ്റിയുള്ള കാര്യങ്ങളല്ല നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെയോ, വരുവാനുള്ള ലോകത്തെ പറ്റിയുള്ള ചിന്തകളാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. അതിനും ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. ആ ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിക്കും. അപ്പം ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഒന്നും കൂടെ ഞാൻ പറയാം. ഗലാത്യർ, നമ്മുടെ ലേഖനം എടുത്ത് വായിക്കാൻ പോവുകയാണെങ്കിൽ ഗലാത്യർ 2:20 നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്ന വചനം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന യഥാർത്ഥ ഒരു മാനസാന്തരം? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലരും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ മാനസാന്തരമുണ്ട്, യഥാർത്ഥ അല്ലാത്ത ഒരു മാനസാന്തരമുണ്ട്. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ മാനസാന്തരം? ഞാൻ തന്നെ വചനം വായിക്കാം. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. ഒരുപക്ഷെ പലപ്പോഴും ഞാനിത് പറഞ്ഞ വചനമായിരിക്കാം. പക്ഷേ വചനം സംസാരിക്കുമ്പോൾ പലപ്പോഴും പല ആംഗിളിലായിരിക്കും ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ദൈവാത്മാവ് പ്രത്യേകിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പൊ ഇതാണ് യഥാർത്ഥ മാനസാന്തരം. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എന്ന് പ്രാവർത്തികമാകുന്നോ അന്ന് മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതായത് നമുക്ക് ജീവിക്കാനുള്ള ഒരു ജീവിതമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാനുള്ള ഒരു ജീവിതമാണ്. ഹല്ലേലൂയ.
നമ്മൾ ജീവിക്കാനുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടല്ല കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. പ്രൈസ് ലോർഡ്. അപ്പം നമ്മൾ ജീവിക്കാനാണെങ്കിൽ കർത്താവ് ഒരിക്കലും ഭൂമിയിലേക്ക് വരേണ്ട കാര്യമില്ല, മരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കാനല്ല ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത്, ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തു വെളിപ്പെടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ അകത്തു നിന്ന് പലപ്പോഴും നാം അറിഞ്ഞും അറിയാതെ വെളിപ്പെടുന്നത് നമ്മളാകുന്ന വ്യക്തികളാണ്. പറഞ്ഞ് മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ, അതെ, ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ നമ്മളെന്ന വ്യക്തികൾ അവിടെ നിന്ന് മാറണം. ഇന്ന് പല കൺവെൻഷൻ പ്രാസംഗങ്ങളിലും പല ശുശ്രൂഷ മണ്ഡലങ്ങളിലും മേഖലകളിലും ക്രിസ്തുവിന്റെ പേരെടുത്തുകൊണ്ട് അവര് തന്നെ പ്രസിദ്ധമാവുകയും, അവിടെ യേശുവിനെ പറ്റി പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അവർ തന്നെ പ്രസിദ്ധമാകുകയും അവിടെ അവരുടെ ഒരു വലിയൊരു ബാബേൽ കോട്ട അവിടെ പണിയുന്ന ഒരു തലം കൂടെ നമ്മളിന്ന് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ക്രിസ്തുവിന്റെ പണിയല്ല പ്രിയമുള്ളവരെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് ഒരുപക്ഷെ അവരവരുടെ പണികളായിരിക്കും. അവിടെ ക്രിസ്തുവില്ല. മോശയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഞാൻ പറയുന്നത് പോലെ തന്നെ പണിയണം. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് മോശയുടേതായിട്ടുള്ള ഒരു കാര്യം പോലും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. അതുപോലെ നോഹയോട് പറയുന്നത്, നോഹയോട് പറയുന്നത് ഞാൻ പറയുന്നത് പോലെ തന്നെ നോഹയും പണിയണം. ഇവിടെയൊന്നും മോശയുടെയോ നോഹയുടെയോ പണികളല്ല ഇവിടെ വെളിപ്പെട്ടത്. പിന്നെയോ ദൈവത്തിന്റെ പണികൾ ഏറ്റെടുത്ത് മോശയും നോഹയും ചെയ്യുകയായിരുന്നു. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, ഇനി ക്രിസ്തുവിനോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ജീവിക്കാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എപ്പോൾ നമ്മൾ ജീവിക്കുന്നോ അവിടെ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുന്നില്ല, അവിടെ ദൈവം വെളിപ്പെടുന്നില്ല. ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവം പുറകിൽ മാറി നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മളെ വെളിപ്പെടുത്തുന്ന പല മേഖലകളും കാണും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ അതല്ല. പുതിയ നിയമത്തിൽ നമ്മൾ ജീവിക്കാൻ ദൈവം പറഞ്ഞിട്ടേയില്ല. പ്രൈസ് ലോർഡ്. ദൈവം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമ്മളിൽ കൂടെ ജീവിക്കുക. ആ ഒരു വലിയൊരു അനുഗ്രഹമാണ് പ്രിയമുള്ളവർ. നമ്മളിത് മനസ്സിലാക്കണം. ക്രിസ്തു നമുക്ക് ഒരു ജോലി കിട്ടുന്നതോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതോ അല്ല ഏറ്റവും അനുഗ്രഹം. എന്താണ് അനുഗ്രഹം? ക്രിസ്തു നമ്മളിൽ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. അപ്പൊ അവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയോ? നമ്മൾ അവിടെ മാറി നിൽക്കുകയാണ്, ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സകല മണ്ഡലങ്ങളും മേഖലകളും. മനസ്സിലായോ? കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഒരുവൻ എന്നെ, ഈ വാക്യത്തോട് തന്നെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താനെ ത്യജിച്ചിട്ട് വേണം എന്നെ അനുഗമിക്കാൻ. അതായത് ആ വ്യക്തിക്ക് ഒരിക്കലും എന്നെ അനുഗമിക്കാൻ പറ്റത്തില്ല. പിന്നെയോ അവനെ തന്നെ ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സകല ആഗ്രഹങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വേണം കർത്താവിനെ അനുഗമിക്കാൻ. അങ്ങനെയാണെങ്കിലേ കർത്താവിൻ്റെ കാര്യം അവിടെ വെളിപ്പെട്ട് വരത്തുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടുത്താനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ പ്രസിദ്ധപ്പെടുത്താനോ നമ്മുടെ വെളിപ്പാടുകൾ പറയാനല്ല, അല്ലെ നമ്മുടെ ചിന്തകൾ പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവത്തിന്റെ ശബ്ദം വളരെ വ്യത്യസ്തമാണ്. എല്ലാവരും സംസാരിക്കുന്നത് പോലെയല്ല കർത്താവ് സംസാരിക്കുന്നത്. അത് നമുക്ക് വളരെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. യേശു എവിടെ സംസാരിച്ചപ്പോൾ അവൻ്റെ സംസാരം ലാവണ്യം നിറഞ്ഞതും പിന്നെ ഉപ്പിനോട് കൂടിയതുമൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്.
ഈ ഈ തച്ചന്റെ മകനായ ഇവൻ എവിടെ നിന്ന് ഈ ജ്ഞാനം വന്നു? എവിടെ നിന്നാണ് ജ്ഞാനം വന്നത്? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് ആര് പറയുന്നത്? ക്രിസ്തു പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഈ ഭൂമിയിലുള്ള കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന കുറെ ശുശ്രൂഷകന്മാരിവിടെ ഉണ്ട്. മനസ്സിലായോ? ഈ ലോകത്തിലുള്ള കുറെ കാര്യങ്ങൾ കാണിച്ച് അവിടെ ക്രിസ്തുവാണെന്ന് ആ പൈശാചിക മേഖലകളെ തളച്ചിടുന്ന കുറെ വിശേഷപ്പെട്ട ദൈവ ദൈവത്തിൽ നിന്നല്ലാത്ത കുറെ ശുശ്രൂഷകന്മാരുണ്ട്. പക്ഷെ അതൊന്നും ക്രിസ്തുവിൽ നിന്നുള്ളതല്ല. അതെല്ലാം അവരുടെ വെളിപ്പാടുകളും അവരുടെ ചിന്തകളും ബോധങ്ങളുമാണ്. ദൈവം ഇവിടെ പണിയുന്നത് എന്താ? നമ്മളെ മാറ്റി നിർത്തി നമ്മളിൽ കൂടെ ക്രിസ്തുവോടെ ജീവിച്ച് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ള മണ്ഡലമാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയെയാണ് ഈ ലോകത്തിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയാമോ? ക്രിസ്തുവിന്റെ ആഗ്രഹത്തിനൊത്തുള്ള ഒരു വിശേഷപ്പെട്ട നിർമ്മല കന്യക. നമ്മുടെ ആഗ്രഹത്തിനുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്ത ഒരു മണവാട്ടിയല്ല. അത് ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും അവന്റെ സൗന്ദര്യവും അനുസരിച്ചുള്ള ഒരു മണവാട്ടി. അതിന് യോഗ്യമാകണം. അതിന് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, കറ, വാട്ടം, മാലിന്യം, ചുളുക്കം ഇവയൊന്നുമില്ലാത്ത. ഞാൻ ആ വചനം ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ പറയുന്ന കറ, വാട്ടം, മാലിന്യം, ചുളുക്കം, ഈ 4 കാര്യങ്ങളില്ലാത്ത ഏതെങ്കിലും കാര്യം നമുക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? ഈ ലോകത്തിൽ ഭൗതികമായി എടുത്തു കഴിഞ്ഞാൽ, ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ, ഈ 4എങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ കുറവുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പിന്നെ ഇല്ലാത്ത ഒരു കാര്യവും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് കർത്താവിൻ്റെ പദ്ധതികളും പണികളും. മനസ്സിലായി? അപ്പം ഈ പെർഫെക്ഷനിലേക്കാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. നമ്മളിൽ നിന്ന് വരത്തില്ല. നമ്മളിൽ നിന്ന് വരത്തില്ല എന്ന് പറയാൻ കാര്യം നമുക്കറിയാം, ആദമിൽ നിന്നുണ്ടായിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. അപ്പം ആ ദൈവിക പെർഫെക്ഷനിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? അവനായിരിക്കുന്നത് പോലെ അവനെ പോലെ ഞാനും നിങ്ങളുമായി തീരണം. അപ്പം ക്രിസ്തുവിനെ പോലെ ഞാനും നിങ്ങളും ആയി തീരണമെങ്കിൽ എന്താകണം? ആദ്യം നമ്മൾ അവിടുന്ന് മാറണം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം. നമ്മൾ അവിടെ വിശ്വാസത്തിൽ മരിക്കണം, പ്രിയമുള്ളവർ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മളിൽ കൂടെ ജീവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളിൽ നിന്ന് വരുന്നതെല്ലാം ജഡത്തിൽ നിന്ന് വരുന്ന ആ മേഖലകളായിരിക്കും. നമ്മളിൽ നിന്ന് വരുന്ന മേഖലകളല്ല കർത്താവിന് ആഗ്രഹം. എന്താണ്? നമ്മളകത്തുള്ള, നമ്മളിൽ ക്രിസ്തു ജീവിച്ച, ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെടുന്ന ആ ഒരു ജീവിതമാണ്. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറയുമ്പോൾ നമ്മളെ വെളിപ്പെടുത്തി ആ ക്രിസ്തു, ആ വ്യക്തി ക്രിസ്തുവിലേക്ക് വരുമോ? ഇല്ല, ഒരിക്കലും വരത്തില്ല. നമ്മളെ വെളിപ്പെടുത്തൽ ക്രിസ്തുവിലേക്ക് വരത്തില്ല. അവിടെ ആരെ വെളിപ്പെടുത്തണമെന്ന് അറിയാമോ? ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടത്. എങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് വെളിപ്പെടുത്തേണ്ടത്? നമ്മളിൽ കൂടെയല്ല, ക്രിസ്തു നമ്മളിൽ ജീവിക്കുമ്പോഴാണ് അത് വെളിപ്പെടുന്നത്. അതിനാദ്യം ചെയ്യേണ്ടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ, നമ്മുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പുതിയ നിയമത്തിലെ ഏറ്റവും കാതലായ വാക്യം എന്താണ്? ആദ്യം സംഭവിക്കേണ്ടത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന വചനത്തിൻ്റെ വെളിപ്പാടും ആ വചനത്തിലുള്ള ജീവിതവുമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, ഈ ഒരു വിഷയം. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 മുതൽ 16 വാക്യങ്ങൾ പറയുന്നു, വചനം ജഡമായി തീർന്നു, അല്ലേ? കൃപയും സത്യവും, ഞാനങ്ങ് വായിച്ചു പോവുകയാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ആരുടെ ഇടയിൽ പാർത്തു? ആ ജനങ്ങളുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി. നമുക്കങ്ങനെ പാർക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കൃപയും സത്യവും നിറഞ്ഞവനായി പാർക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ അകത്ത് ജീവിക്കണം. മനസ്സിലായോ? യേശുവിനെ പോലെ ജീവിക്കുക എന്ന് പറയുന്നതാണ് കൃപ എന്ന് പറയുന്നത്, അല്ലേ? കൃപയ്ക്ക് പല അർത്ഥങ്ങളും പല തലങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും.
കൃപ എന്ന് പറയുമ്പോൾ തന്നെ പല അർത്ഥങ്ങളുണ്ട്. അർഹിക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ നേടുന്ന കൃത്വം നമുക്ക് തരുന്ന കാര്യം. പക്ഷെ അതിൻ്റെ വേറൊരു വശം കൂടെ നോക്കുമ്പോൾ യേശുവിനെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ് കൃപ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അടുത്തൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിന്റെ തേജസ്സായി കണ്ടു എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പിതാവിന്റെ തേജസ്സിനെ വെളിപ്പെടുത്താൻ ആരാ വന്നേ? ക്രിസ്തുവാ വന്നേ. അപ്പം ക്രിസ്തുവിൽ മാത്രമേ ആ തേജസ് വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം, മറുരൂപമലയിൽ തന്റെ 3 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് കർത്താവ് പോയി, അല്ലേ? ആ തേജസ്സിനൊന്ന് കാണിച്ചു. ആ തേജസ് കണ്ടപ്പോഴേ അവർ പറഞ്ഞു, ഓ, അവരപ്പോഴേ പറഞ്ഞു, എന്താണ്? ഞങ്ങൾക്കിത് വേണ്ട. ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയാവിനും ഒരു കുടിലുണ്ടായിക്കൊള്ളാം എന്ന് പറഞ്ഞു. മനസ്സിലായോ? കാരണം തേജസ് കാണുമ്പോൾ തന്നെ അവിടെ സംഭവിച്ചതെന്നറിയാമോ? ആ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇത് ഭയങ്കര ദൈവത്തിന്റെ തേജസ്സാണ്. ആ തേജസ്സിൽ മനസ്സിലായി ഞങ്ങൾ ആരും ഒന്നും അല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവരുടെ മുമ്പിൽ കണ്ട ഒരു കാര്യം എന്താ? മോശയാണ്, ഏലിയാവാണ് അവർക്ക് ഏറ്റവും വലുത്. അവരുടെ മുന്നിലുള്ള പിതാക്കന്മാർ മോശയും ഏലിയാവും, പിന്നെ നിനക്കും. അങ്ങനെ 3 കുടിലുണ്ടാക്കി നിങ്ങളങ്ങ് താമസിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ തേജസ് യഥാർത്ഥമായി കണ്ടു കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് അവർക്ക് മറുരൂപമല വരെ കയറേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം പിതാവിന്റെ തേജസ് പുത്രനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ തേജസ് വെളിപ്പെടുത്താൻ പറ്റുമോ? നമ്മുടെ തേജസ് വെളിപ്പെടുത്താനാണെങ്കിൽ എന്തിനാണ് സുവിശേഷം? നമ്മളിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തേജസ് വെളിപ്പെടുത്താനല്ല, ക്രിസ്തുവിന് മാത്രമേ പിതാവിന്റെ തേജസ് വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം നമ്മുടെ അകത്ത് ആ ക്രിസ്തു ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം എങ്ങനെയെങ്കിലും അങ്ങ് സ്വർഗത്തിൽ പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ച് രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്, അല്ലേ? റോമർ 8:29 വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. റോമർ, പെട്ടെന്ന് ആരുടെയെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കാം. റോമർ 8:29. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം മാത്രമേ. 8:29. സർവ്വസൃഷ്ടിയും 29. ഞാൻ വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, അല്ലെ, അവന്റെ സ്വരൂപത്തിനോട് അനുരൂപമാക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പം എന്താണ്? അവന്റെ സ്വരൂപത്തിനോട്, ആരുടെ? ദൈവ ക്രിസ്തുവിന്റെ സ്വരൂപത്തിനോട് അനുരൂപമാകുന്നൊരു ശുശ്രൂഷ ഇവിടെ നടക്കുന്നത്, അല്ലെ? നമ്മുടെ സ്വരൂപത്തോട് അനുരൂപമാക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗവാക്കാണ് ഞാനും നിങ്ങളും. അപ്പൊ നിങ്ങൾ പറ, അങ്ങനെ ഒരു ശുശ്രൂഷ ഉള്ളപ്പോൾ നമ്മൾ നമ്മളെ വെളിപ്പെടുത്തി നമുക്ക് ആ ഒരു മേഖലയ്ക്ക് എത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ അവിടെ നിന്ന് മാറുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ, നമ്മൾ ക്രിസ്തുവിൽ മരിക്കുകയാണ് വേണ്ടത്. അപ്പം ഈ നമ്മൾ വിശ്വാസത്തിൽ മരിക്കാനാണ് കർത്താവ് വന്നത്. യേശുക്രിസ്തു എന്തിനാ വന്നത്? യേശുക്രിസ്തു മരിക്കാനല്ലേ വന്നത്? യേശുക്രിസ്തു ജീവിക്കാനല്ല വന്നേ. യേശുക്രിസ്തു ആക്ച്വലി വന്നത് മരിക്കാനാ വന്നേ. പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനാ വന്നേ, അല്ലേ? ആ മരണത്തിലൂടെ അനേകർക്ക് ജീവൻ കൊടുക്കാനാ വന്നേ. നമ്മളും യേശുക്രിസ്തു മരിച്ചുയർത്തിയതിനായിട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തിനാ? നമ്മളും വിശ്വാസത്തിൽ ക്രിസ്തുവിൽ മരിക്കാനാ നമ്മൾ ഇരിക്കുന്നേ. ആ വിശ്വാസത്തിന്റെ മരണം നമ്മുടെ ദേഹത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളിൽ ദൈവം കൊണ്ടുതരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ വിശ്വാസത്തിൽ നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇതാണ് ഏറ്റവും കാതലായ വിഷയം. ഞാൻ പറയാം, ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ മരിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഒരു മേന്മയും ഇല്ല എന്ന് പറയാനുള്ള റീസൺസ് ഞാൻ അതിനകത്ത് പറയുകയാണെങ്കിൽ,
പെട്ടെന്ന് തന്നെ നമുക്ക് വായിക്കാം. ഉം, എന്താണ് നമ്മുടെ അകത്ത് അറിയാമല്ലോ, ബൈബിളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്. ഗലാത്യർ 5:24 ഞാൻ വായിക്കാം, നിങ്ങൾ വായിക്കേണ്ട. ക്രിസ്തു യേശുവിലുള്ളവർ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ അതിനെ, അല്ലേ, ക്രൂശിച്ചിരിക്കുന്നു. അപ്പം ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിക്കാന്ന് പറയുന്നത്. എന്താണ് ജഡം? ജഡത്തെ തകർക്കുക. കാരണം നമ്മൾ ജഡത്തിലുള്ളവരാണെന്നാണ് കർത്താവ് പറയുന്നത്. ആ ജഡത്തെ തകർക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? ജഡത്തിന് ഉത്ഭവം എവിടെ നിന്നാണ്? ഉൽപ്പത്തി 2:9 നമുക്ക് നോക്കാം. ഉൽപ്പത്തി 2:9 പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. വചനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു പോകാം. ഉൽപ്പത്തി 2:9. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പം ജഡത്തിന്റെ ഉത്ഭവമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. ജഡത്തിന്റെ ഉത്ഭവമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ ഫലമുള്ളതുമായ ഒരു വൃക്ഷം, അല്ലെ, തോട്ടത്തിന് നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും. നമുക്കിത് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഇവിടെ രണ്ട് വൃക്ഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന്, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഒരു ഓരോ വൃക്ഷങ്ങളുണ്ട്. പിന്നെ തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും ഉണ്ട്. അതുകൂടാതെ നന്മ തിന്മകളെ കുറിച്ചുള്ള ഫലമുണ്ട്, അല്ലെ? അപ്പം നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ചുള്ള ഫലം കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, അല്ലേ? മരിക്കും. ജഡത്തിന്റെ ചിന്ത മരണം. അപ്പം ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ആദമും ഹവ്വയും ദൈവത്തെ അവിശ്വസിച്ച് ആ ഫലം കഴിച്ചപ്പോൾ സംഭവിച്ചത്, ദൈവവുമായിട്ടുള്ള റിലേഷൻ ബന്ധപ്പെട്ടു, വിച്ഛേദിക്കപ്പെട്ടു. വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ഏദൻ തോട്ടത്തിൽ നമ്മുടെ അകത്ത് ഉരുവായിരുന്ന സാത്താന്റെ ഒരു പ്രൊഡക്റ്റാണ് ജഡമെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ജഡത്തിന്റെ ക്വാളിറ്റീസ് ആണ് എന്താണ്? നന്മയും തിന്മയും അറിയാനുള്ള വൃക്ഷത്തിന്റെ ഫലം. നന്മയും തിന്മയും അതിനകത്തുണ്ട്, പ്രിയമുള്ളവരെ. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചിന്തിക്കും നല്ലതായിട്ട് ജീവിക്കുന്നവരാണ് ആത്മീകരെന്ന്. നോ, അതല്ല അവിടെ വിഷയം. ജഡത്തിനകത്ത് നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അപ്പം ഈ നന്മയല്ല നമ്മുടെ ജീവിതത്തിലെ വിഷയം. അപ്പൊ ജഡത്തിന്റെ ഉത്ഭവം മനസ്സിലായല്ലോ. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. പെട്ടെന്ന് ഞാൻ ഓടിച്ചു വിടുകയാണ്. ജഡം എവിടെ നിന്ന്? കാരണം ക്രിസ്തുവിൽ ദൈവത്തെ അനുസരിക്കാതെ ആ ഫലം, നന്മതിന്മകളുടെ ഫലം കഴിച്ചതുകൊണ്ട് അവരുടെ അകത്തുണ്ടായ അല്ലെങ്കിൽ സാത്താന്റെ ഒരു സന്തതിയാണ്, ഞാൻ എൻ്റെ ഭാഷ, സാത്താന്റെ ഒരു സന്തതിയാണ് ജഡമെന്ന് പറയുന്നത്. ആ ജഡത്തിന് ഒരിക്കലും ദൈവത്തെ അനുസരിക്കാൻ പറ്റത്തില്ല. ആദമും ഹവ്വായും ആ ഫലം കഴിക്കുന്നതിന് മുമ്പ്, ദൈവത്തെ അനുസരിക്കുന്നതിന് മുമ്പ് അവർ എങ്ങനെയാ ജീവിച്ചിരുന്നത്, അല്ലെ? ദൈവത്തോടു കൂടെയായിരുന്നു അവർ നടന്നിരുന്നത്. പക്ഷെ അതിനുശേഷം ദൈവത്തെ അവരെന്ത് ചെയ്തു? ഡിഫെൻഡ് ചെയ്തു. ദൈവത്തെ കൂടാതെയുള്ള ജീവിതമായിരുന്നു അവർക്ക്. കാരണം ദൈവത്തെ അവർക്ക് ആവശ്യമില്ല. ജഡത്തിലുള്ള ജീവിതം അങ്ങനെയാണ്. അപ്പം ആ ജഡത്തിന്റെ ഉത്ഭവം എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നന്മ തിന്മയെക്കുറിച്ചുള്ള ഫലം. പക്ഷെ അവിടെ ഒരു ഫലം ഉണ്ടായിരുന്നു, ജീവന്റെ ഫലം, അല്ലെ? അവരത് ഭക്ഷിച്ചായിരുന്നെങ്കിലോ? അത് ക്രിസ്തുവിനെ കാണിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അതായത് ബൈബിളിൽ 2 പുസ്തകങ്ങൾ മാത്രമേ ആദിയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുള്ളൂ. ഒന്ന് ഉൽപ്പത്തി പുസ്തകവും, 2 എന്താണ്? യോഹന്നാന്റെ പുസ്തകവും. പ്രൈസ് ദി ലോർഡ്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിനും ഹവ്വയ്ക്കും മിസ്സായൊരു കാര്യം ദൈവാത്മാവ് ഇവിടെ യോഹന്നാനിൽ ഓർപ്പിക്കുകയാണ്. അത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ക്രിസ്തു മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവാനല്ല. അടുത്ത 4-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവനിൽ എന്തുണ്ടായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. അപ്പം
അവനിൽ നന്മ തിന്മകൾ ഉണ്ടായിരുന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചത്. മനസ്സിലായോ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവാകുന്ന ജീവനാണ് വേണ്ടത്. ഈ ജീവനാണ് അത്ര ആവശ്യം. പാപത്തിൽ മരിച്ചു കിടക്കുന്നവർക്ക് ആവശ്യം ജീവനാണ്. നന്മയും തിന്മയും അടങ്ങുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലമല്ല പ്രിയമുള്ളവരെ. അപ്പൊ നമ്മുടെ അകത്ത് കിടക്കുന്ന എന്താ? ജഡത്തിന്റെ ഫലമാണ് നന്മയും തിന്മയും. ഇതിനകത്ത് കുറെ നന്മകൾ കാണും. കുറെ ദരിദ്രർക്ക് നമ്മൾ കുറച്ച് പൈസ കൊടുക്കും. നമ്മളെ കുറച്ചു പേരെ നല്ലപോലെ നമ്മൾ പുകഴ്ത്തി പറയും. ആരെയും ഉപദ്രവിക്കാറില്ല. നല്ല നല്ല വാക്കുകൾ നാം സംസാരിക്കും. ഏ എല്ലാവരെയും നല്ലപോലെ പോളിഷ് സംസാരിക്കും. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഇവിടെ ഒന്നും ക്രിസ്തുവില്ല. അപ്പം എവിടെയാണ് ക്രിസ്തു ഉള്ളത്? ക്രിസ്തു ഉള്ളത് എവിടെയാണ്? യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവനിൽ എന്തുണ്ടായിരുന്നു? ജീവനുണ്ടായിരുന്നു. അതായത് ജീവൻ എന്ന് പറയുമ്പോൾ സാധാരണ ജീവനെ പറ്റിയാണ് കർത്താവ് പറഞ്ഞത് അല്ല. ആക്ച്വലി മാനുഷിക ജീവനുണ്ട്, പക്ഷെ അതിലുപരി എന്താണ്? പാപത്തിൽ മരിച്ചവന് കൊടുക്കാനുള്ള ജീവൻ ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നലെ ലോകത്തിന്റെ വിഷയം എന്താണ്? പാപത്തിന്റെ മരണമാണ്. ഏതിലും നടന്നിരുന്ന അതേ മരണം ഇന്നും വ്യാപരിക്കുന്നുണ്ട്. പ്രൈസലോ. അപ്പം അവനിൽ മാത്രമേ ജീവനുള്ളൂ. അപ്പൊ ഈ ജീവനാണ് ആർക്ക് കൊടുക്കേണ്ടത്? മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ജഡം മരിക്കണമെന്ന് കർത്താവ് പറഞ്ഞത്? അപ്പം ഈ ജഡം നമ്മുടെ അകത്ത് ഉള്ളിടത്തോളം കാലം ക്രിസ്തുവാകുന്ന ജീവൻ നമ്മളിൽ വെളിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പൗലോസ് പറയുന്നത്, ദൈവാത്മാവിൽ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ജഡത്തിന്റെ നന്മകൾ എന്താണെന്നുള്ളത്? ആ ആ ഏതെൻ തോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ജഡത്തിന്റെ പ്രവൃത്തികൾ. ഒന്നാമത്, ആ ഫലം കഴിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് അവിടെ? അവർ അത്തിയിലകൾ കൊണ്ട് തങ്ങൾ തന്നെ മറച്ചു. അതായത് ഒരു ദിവസത്തെ ആയുസ്, ഒരു വെയിൽ കൊണ്ടാൽ വാടിപ്പോകുന്ന അത്തിയിലകൾ കൊണ്ടാണ് അവരെ മറച്ചത്. കാരണം അവരുടെ നാണം മറയ്ക്കാൻ അത് മതിയെന്ന് അവർ ചിന്തിക്കുകയാണ്. പക്ഷെ ദൈവം വന്നപ്പോൾ അത് മാറ്റിയിട്ട് അവർക്ക് പിന്നെ തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തു. മനസ്സിലായോ? അപ്പം ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം അങ്ങനെയാണ് പ്രിയമുള്ളവരെ. പ്രൈസലോ, പ്രൈസലോ. പക്ഷെ ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തി വരുമ്പോൾ വല്ല ജീവനാ വെളിപ്പെടുന്നത്. മനസ്സിലായോ? ദൈവം അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ സംഭവിച്ചത് എന്താണ്? അവർ ക്രിസ്തുവിൽ നിന്ന് ഓടി ഒളിച്ചു. അല്ലേ? ആദമേ നീ ഇവിടെയാണ്. എന്താ കാര്യം? ജഡമാണ്. ജഡം. ആ ജഡത്തിന്റെ ഒരു ശക്തി, സാത്താന്റെ ഒരു 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 പ്രൊഡക്റ്റ് അകത്ത് കിടക്കുകയാണ് നമ്മുടെ ശരീരത്തിനകത്ത്. അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ ജഡം മരിക്കണം. ഈ ജഡത്തെ കൊല്ലാനാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ മണ്ഡലങ്ങളും. അതുകൊണ്ടാണ് ജഡത്തിന്റെ പ്രവർത്തികൾ മരണമെന്നല്ല കർത്താവ് പറഞ്ഞത്. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ജഡത്തിന്റെ ചിന്തയാണ് മരണം. അപ്പം ഈ ജഡത്തിന്റെ ചിന്തയാണ് നാളെ പ്രവൃത്തിയായിട്ട് വെളിപ്പെടേണ്ടത്. ആത്മാവിന്റെ ചിന്തയോ ജീവനും ചൈതന്യവും തന്നെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടുന്നത് ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കണമെങ്കിൽ ഈ ജഡം ക്രിസ്തുവിൽ നമ്മൾ മരിക്കണം. അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളെ ജഡമാണ്. ആദമനും ഹവ്വയും നമുക്ക് കിട്ടിയത് ജഡമാണ്. ക്രിസ്തുവിൽ നിന്ന് കിട്ടിയത് എന്താണ്? ജീവനാണ്. നാളെ നമ്മളെ കൊണ്ടുവന്ന് നല്ല കർത്താവ് നമ്മളെ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി പോകുന്നു. നാളെ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ കാണാൻ വേണ്ടി പോകുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഈ വചനം ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. അപ്പം അതുകൊണ്ട് പുതിയ നിയമത്തിൽ ദൈവം നമ്മൾ ജീവിക്കാൻ ദൈവം വിളിച്ചിട്ടില്ല. നമ്മളല്ല, ക്രിസ്തുവാണ് നമ്മളിലൂടെ ജീവിക്കേണ്ടത്. ഞാൻ ആ വാക്യം വീണ്ടും ഒന്നും കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് നിർത്തുകയാണ്. ഗലാത്യർ 2:20. തീർച്ചയായിട്ടും നമ്മളിത് വായിക്കുക മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ജീവനായി എന്ന് വെളിപ്പെടുന്നു അന്ന് മുതൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൂടെ ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. യേശു ഒരു കാര്യം പറഞ്ഞു, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം, നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ
ക്രിസ്തു നമ്മളിൽ ജീവിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കുക. നമുക്കൊരിക്കലും പറ്റത്തില്ല പ്രിയമുള്ളവരെ. ക്രിസ്തു നമ്മുടെ അകത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ആ, ക്രിസ്തു ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറുതലിക്കുന്നവരായി മാറും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ വചനം ജീവനായി മാറട്ടെ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക്